നിത്യജീവിതത്തിൽ നൃത്തമുണ്ടെന്നും ഓരോ വ്യക്തിയിലും നൃത്തത്തിന്റെ വിവിധ ഭാഗങ്ങളും മുദ്രകളും കാണാനാകുമെന്നും ചലച്ചിത്ര നടനും ക്ലാസിക്കൽ ഡാൻസറുമായ വിനീത് കുമാർ നവി മുംബൈയിൽ നാട്യാഞ്ജലി ആർട്സ് ആൻഡ് കൾച്ചറൽ അസോസിയേഷന്റെ 13ാമത് വാർഷികാഘോഷ ചടങ്ങിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു നടൻ. നവി മുംബൈ നാട്യാഞ്ജലി ആർട്സ് ആൻഡ് കൾച്ചറൽ അസോസിയേഷന്റെ 13ാമത് വാർഷികാഘോഷം ശ്രദ്ധേയമായി. ക്ലാസിക്കൽ നർത്തകനും ചലച്ചിത്ര നടനുമായ വിനീത് കുമാർ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. എനിക്കറിയില്ലായിരുന്നു ഇത്രയും വലിയൊരു പരിപാടിയാണ്, ഇത്രയും കുട്ടികൾ, ഇത്രയും അതായത് 6 വയസ്സ് തൊട്ട് ഏകദേശം 10-50 വയസ്സുള്ള ആളുകൾ വരെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് കോർഡിനേറ്റ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. എനിക്ക് കുട്ടികളും മുതിർന്നവരും അവതരിപ്പിച്ച വൈവിധ്യമാർന്ന നൃത്തരൂപങ്ങൾ വിസ്മയിപ്പിച്ചുവെന്ന് വിനീത് പറഞ്ഞു. ഭയങ്കര സന്തോഷം തരുന്ന ഒരുപാട് പെർഫോമൻസുകളും ഒരുപാട് മൊമെൻസുകളും ഉണ്ട് ഈ വേദിയിൽ. ഭയങ്കര ഹാപ്പിയാണ്. നൃത്തം വേദിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കലാരൂപമല്ലെന്നും മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തിലെ ഓരോ ചലനത്തിലും ഭാവപ്രകടനത്തിലും അതിന്റെ സാന്നിധ്യമുണ്ടെന്നും വിനീത് കുമാർ പറഞ്ഞു. നമ്മൾ നടക്കുന്നത് ഡാൻസിലല്ലേ, നമ്മൾ നടത്തത്തിൽ തന്നെ നമ്മൾ ഒരു സ്റ്റെപ്പ് വെറുതെ നമ്മൾ നടക്കുന്നതിന് പകരം ആ കൈ ഇവിടെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഡാൻസായി മാറും. നമ്മൾ നടക്കുന്നത് ജസ്റ്റ് ഒന്ന് വാക്ക് ഇങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ അത് വെസ്റ്റേൺ ഡാൻസ് ആവുന്നുണ്ട്. നമ്മൾ മുദ്രകൾ ഇപ്പോൾ നമ്മൾ കുറച്ച് ദൂരത്തുള്ള ഒരാളുടെ അടുത്ത് സംസാരിക്കാതെ നിൽക്കുമ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോഴേക്കും അത് അളവത്വമാവുന്നുണ്ട്. അങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ മുളത്തി തുടങ്ങി ചിലർ മുഷ്ടി പിടിച്ച് കഴിക്കും. അപ്പോൾ ഇതെല്ലാം മുദ്രകളാണ്. നമ്മൾ ചെയ്യുന്ന ഭാവങ്ങളായാലും നമ്മുടെ നിത്യജീവിതത്തിൽ തന്നെ നൃത്തമുണ്ട്. ഗുരു മഞ്ജുവിന്റെ ശിക്ഷണത്തിൽ വിവിധ പ്രായത്തിലുള്ളവരും വിവിധ ഭാഷാ പശ്ചാത്തലങ്ങളിൽ നിന്നുള്ളവരുമായ 300ഓളം കലാകാരികൾ അവതരിപ്പിച്ച നൃത്താവിഷ്കാരങ്ങൾ പ്രേക്ഷക പ്രീതി നേടി. ഭരതനാട്യം ഉൾപ്പെടെ വൈവിധ്യമാർന്ന നൃത്തരൂപങ്ങൾ അരങ്ങിനെ വർണ്ണാഭമാക്കി. സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരുടെ സാന്നിധ്യം പരിപാടിക്ക് കൂടുതൽ മാറ്റുകൂട്ടി. നാട്യാഞ്ജലി പ്രസിഡന്റ് വിനു കെ കൃഷ്ണ, വൈസ് പ്രസിഡന്റ് ജയസുബ, സെക്രട്ടറി സുനിൽ കുമാർ, ജോയിന്റ് സെക്രട്ടറി രാജേഷ് മേനോൻ, ട്രഷറർ മഞ്ജു എസ് പിള്ള, ട്രസ്റ്റികളായ രശ്മി പത്മകുമാർ, സുനിത ആർ മേനോൻ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ഡോക്ടർ നീരജ ഗോപിനാഥ് ചടങ്ങുകൾ നിയന്ത്രിച്ചു. ഇടവേളയ്ക്ക് ശേഷം കാണാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടന്നു പോകുന്നുണ്ട്. ആദ്യം ഉണ്ണിയപ്പം തന്നെ, പിന്നെ അങ്ങനെ ഓർഡർ വരുമ്പം പരിപ്പ് വട, സുഖിയൻ.